കലൂർ സ്റ്റേഡിയം അപകടത്തിൽ സംഘാടകരുടെ മുൻകൂർ ജാമ്യ ഹർജികളിൽ സർക്കാരിന്റെ വിശദീകരണം തേടി ഹൈക്കോടതി. ഹർജികൾ ഹൈക്കോടതി പരിഗണിക്കാൻ വെള്ളിയാഴ്ചത്തേക്ക് മാറ്റി. ഈവന്റ് മാനേജ്മെന്റ് കമ്പനി ഉടമ, മൃദംഗ വിഷൻ ചുമതലക്കാരൻ എന്നിവരുടെ മുൻകൂർ ജാമ്യാപേക്ഷകൾ ഒരുമിച്ചാണ് പരിഗണിക്കുക. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുകയാണ്. രേഷ്മ, ഹൈക്കോടതിയുടെ നിരീക്ഷണം എന്താണ് ഇക്കാര്യത്തിൽ? നിലിമ, ജസ്റ്റിസ് പി കൃഷ്ണകുമാറിന്റെ ബെഞ്ചിലാണ് ഈ മുൻകൂർ ജാമ്യ ഹർജികൾ വന്നത്. അതായത് ഈ സംഘാടകരായിട്ടുള്ള മൃദംഗ വിഷന്റെ ചുമതലക്കാരനായ എം നികോഷ് കുമാറിന്റെയും അതോടൊപ്പം തന്നെ ഈ സ്റ്റേജ് ക്രമീകരിച്ചിട്ടുള്ള ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയുടെ ചുമതലക്കാരനായിട്ടുള്ള ജനീഷിന്റെ മുൻകൂർ ജാമ്യ ഹർജികളിൽ നിലവിൽ ഹൈക്കോടതി സംസ്ഥാന സർക്കാരിന്റെ വിശദീകരണം തേടിയിരിക്കുകയാണ്. ഇന്ന് ഈ ഹർജി പരിഗണിച്ച വേളയിൽ സർക്കാർ വാക്കാൽ വ്യക്തമാക്കിയിട്ടുള്ളത് നിലവിൽ ചുമത്തിയിട്ടുള്ളതൊക്കെ തന്നെ ബെയിലബിൾ ഒഫൻസ് ആണ്. അതായത് ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ തന്നെയാണ് ചുമത്തപ്പെട്ടിരിക്കുന്നതെന്നുള്ള ഒരു കാര്യമാണ് സംസ്ഥാന സർക്കാരിന്റെ അഭിഭാഷകൻ വാക്കാൽ അറിയിച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും 3-ാം തീയതിയിലേക്ക് ഈ ഹർജി മാറ്റിയിട്ടുണ്ട്. അന്നേ ദിവസം രേഖാമൂലം തന്നെ ഇത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങളും സർക്കാരിന്റെ നിലപാടും അഭിഭാഷകൻ ഹൈക്കോടതിയെ അറിയിക്കുക തന്നെ ചെയ്യും. ഈ രണ്ട് ഹർജികളും ഹൈക്കോടതി ഒരുമിച്ച് തന്നെയാണ് പരിഗണിക്കുന്നത്. BNS-ലെ 125B, 120 അടക്കമുള്ള വകുപ്പുകളാണ് ഈ സ്റ്റേജ് ക്രമീകരിച്ചിട്ടുള്ള ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയുടെ ഉടമകൾക്കെതിരെയും അതോടൊപ്പം തന്നെ ഈ സംഘാടകരായിട്ടുള്ള മൃദംഗ വിഷന്റെ ചുമതലക്കാർക്കെതിരെയും എടുത്തിട്ടുള്ളത്. ഇതെന്ന് പറയുന്നത് മനുഷ്യജീവന് അപകടമുണ്ടാക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചു എന്നുള്ള രീതിയിലാണ്. പാലാരിവട്ടം പോലീസാണ് കഴിഞ്ഞ ദിവസം ഈ അപകടത്തിൽ ഉമാ തോമസിന് അപകടം സംഭവിച്ചതിൽ ഈ സംഘാടകർക്കെതിരെ അടക്കം കേസെടുത്തിട്ടുള്ളത്. അതായത് കൃത്യമായിട്ടുള്ള രീതിയിൽ സുരക്ഷാ സംവിധാനങ്ങൾ സ്റ്റേജിൽ ഒരുക്കിയിട്ടില്ല, പാസേജ് ഒരുക്കാതെ അശ്രദ്ധ പുലർത്തി തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. എന്തായാലും തനിക്കെതിരായിട്ടുള്ള ആരോപണങ്ങൾ തെറ്റാണെന്നും അടിസ്ഥാനരഹിതമാണെന്നും എല്ലാ സുരക്ഷാ മുൻകരുതലുകളും സ്വീകരിച്ചിരുന്നു എന്നുമാണ് ഈ സംഘാടകർ നിലവിൽ മുൻകൂർ ജാമ്യാപേക്ഷയിലൂടെ ഹൈക്കോടതിയെ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഹൈക്കോടതി വെള്ളിയാഴ്ചത്തേക്ക് പ്രസ്തുത ഹർജികൾ മാറ്റിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ നിലപാട് തേടിക്കൊണ്ടാണ് ഹൈക്കോടതിയുടെ നടപടി. നീലിമ. ശരി, രേഷ്മയാണ് കോടതിയിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.